നമ്മളിന്ന് കാണുന്ന വിധം ആയിരുന്നില്ല പ്രബുദ്ധമായി കേരളം പ്രബുദ്ധതയിലേക്ക് ഉണർന്ന ഒരു കാലത്ത് വ്യത്യസ്ത സാമുദായിക മതവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആയിരുന്നില്ല എന്നാണ് മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഹിസ്റ്ററി വിശദീകരിച്ചുകൊണ്ടും അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടും ഈ സമ്മേളനം പ്രഖ്യാപിച്ചത്. അത് നമ്മളെ ഏവരെയും മാനവികതയിലേക്കും സാഹോദര്യത്തിലേക്കും ഉണർത്താൻ പാകപ്പെട്ട ഒരു സംഭവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെ സമകാലീനമായി 3-4 ദിവസം മുമ്പ് കേരളത്തിൽ നടന്ന ഒരു സംഭവവുമായി നമ്മളൊന്ന് താരതമ്യപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിൽ സുപരിചിതനായ പത്രപ്രവർത്തകനാണ് NB ചെക്കുട്ടി. അദ്ദേഹം പത്രപ്രവർത്തകനാണ്. നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. TV-യിലെ ടോക്ക് ഷോയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ആളാണ്. സ്വന്തം അഭിപ്രായം ഉറപ്പിച്ചു പറയുന്ന ആളാണ്. അദ്ദേഹത്തെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ടോക്ക് ഷോയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി വന്ന ഒരാൾ, അവരൊക്കെ ഭയങ്കര ബുദ്ധിജീവികളാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ചർച്ചയിൽ NB ചെക്കുട്ടിയെ മുസ്ലിം ഭീകരനായി പ്രഖ്യാപിക്കുന്നു. വലിയ കോലാഹലമുണ്ടാവുന്നു. അപ്പോൾ ചെക്കുട്ടി പറയുന്നൊരു വാക്കുണ്ട്, കേരളം മറന്നു പോകരുതാത്തൊരു വാക്കാണ്. ഒരു തീയനും തീയത്തിക്കും ജനിച്ചൊരു മനുഷ്യനാണ് ഞാൻ എന്നാണ് പറയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിൻ്റെ ഈ അക്രമവാസനകളെ പ്രതിരോധിക്കാൻ ആധുനിക മലയാളിയുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധം സാമുദായികമായ കെട്ടുറപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ചെക്കുട്ടി പറയാൻ ശ്രമിച്ചത്. ഞാനൊരു ഹിന്ദുവാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് ഞാനൊരു തീയനാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ചരിത്രം നമ്മൾ മറന്നു പോകരുത്. തീയ സമുദായത്തിൽ ജനിച്ച് ഹിന്ദുത്വ ശക്തികളാൽ ആക്രമിക്കപ്പെടുന്ന ഒരാൾ ഈ പേര് കേൾക്കുമ്പോഴേ മുസ്ലിമാന്ന് തോന്നുക. അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് ഈ ചേക്കുട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ മുസ്ലിം ആയിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങ് കത്തിക്കുവോ, പടക്കം അങ്ങ് പൊട്ടിക്കുവോ. ഇത്തരം പൊട്ടിക്കലുകളാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അന്യ സമുദായ അന്യ മത വിദ്വേഷത്തിൻ്റെ വളരെ വലിയ പ്രചാരണം. അത് ഇവിടെ പ്രശാന്തും സുധീഷും ഉദ്ഘാടകൻ ഭംഗീന്ദ്രനെയും സൂചിപ്പിച്ച ഏതെങ്കിലും സമുദായ നേതാക്കൾ മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, ഈ നമ്മുടെ എൻടയർ സിസ്റ്റം, നമ്മുടെ പത്രപ്രവർത്തകർ, നമ്മുടെ മീഡിയയുടെ ഒരു നെറ്റ്വർക്ക്, ഇത് മൊത്തത്തിൽ ഈ കാര്യം അങ്ങ് ഏറ്റെടുക്കുക. അവർ പറയുന്നതൊക്കെ മഹത്തായ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മളത് വിശ്വസിച്ചോണം. അപ്പോൾ NB ചെക്കുട്ടി എന്ന് കേൾക്കുമ്പോൾ മുസ്ലിമാണെന്ന് വിചാരിച്ച് അയാൾ മുസ്ലിം ഭീകരനാണെന്ന് പ്രഖ്യാപിക്കുക. ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് വ്യാകുലപ്പെടുക. ഇത് നിങ്ങൾ എന്തെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടോ? ആ വാചകം, ഞങ്ങളുടെ സമുദായത്തിൽ നിന്നും പെൺകുട്ടികളെ മുസ്ലിം സമുദായക്കാർ, ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എൻ്റെ സമുദായത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾ സ്വയം സമ്മതിക്കുന്നതാണെന്ന് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് മലയാളി അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ 10-30 കൊല്ലം ജീവിച്ച് എൻ്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ തകരാറുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ പോയ ഭാര്യയ്ക്കാ കുറ്റം നമ്മൾ പറയരുത്. എനിക്ക് അവരുടെ ആഗ്രഹാഭിലാഷങ്ങളെ ശരിയായ രീതിയിൽ പ്രതിനിധാനം ചെയ്യാൻ പറ്റിയില്ല, അവരെ സ്നേഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ അതിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നത് എൻ്റെ എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. എണ്ണ എത്രയെന്ന് പറയുന്നില്ല.
തട്ടിക്കൊണ്ട് പോയതിൻ്റെ എണ്ണം എൻ്റെ കയ്യിലുണ്ടെന്നാവാം. ക്രിസ്ത്യാനികളെ മുഴുവനും മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ട് പോകാമെന്ന് പറയും. ഈഴവരെ മുഴുവൻ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ട് പോകാമെന്ന് പറയും. അപ്പോൾ എല്ലാവരെയും തട്ടിക്കൊണ്ട് ഇവരെ തട്ടിക്കൊണ്ടങ്ങ് പോയി എവിടെ ഇതിനെയൊക്കെ കൊണ്ട് പാർപ്പിച്ചേക്കുന്നു? ഞാൻ പറയും, ഒരടിസ്ഥാനവുമില്ല ഈ പറയുന്ന കാര്യത്തിനും. അല്ലെങ്കിൽ അവർ പറയട്ടെ, ഇന്ന തെളിവുണ്ടെന്ന് പറയട്ടെ. യഥാർത്ഥത്തിൽ ഒരു മതവിഭാഗത്തെ അവർ ഭീകരന്മാരും കുഴപ്പക്കാരും ദേശത്തിൻ്റെ നിലനിൽപ്പിനും സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും അപകടകാരികളാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി നടത്തിവരുന്ന വിപുലമായ ഒരു പ്രചാരണമാണിത് എന്ന് മനസ്സിലാക്കാൻ മലയാളിക്ക് കഴിയേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ, അതായത് ഈ സാഹോദര്യ സമ്മേളനത്തിൻ്റെ ഇതിലെ മുദ്രാവാക്യം ഏറ്റവും പ്രസക്തമായൊരു മുദ്രാവാക്യമാണ്. അതായത് ഇതിൽ പറയും, സാമുദായിക സാഹോദര്യം നിലനിർത്താൻ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാണ്. ജാതി സെൻസസിനെ കുറിച്ച് മുഖ്യധാര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ധാരകളും സംഘടിതമായ സവർണ സമുദായങ്ങളും സമുദായ നേതാക്കളും ആ സമുദായത്തിലെ അംഗങ്ങളൊന്നും പലരും യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരാണ് എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. നേതാക്കളും പറയുന്നൊരു കാര്യം, ജാതി സെൻസസ് ജാതിയെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. വിചിത്രമായൊരു കണ്ടുപിടുത്തമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത്, നമുക്കിടയിൽ സാഹോദര്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാണ്. ഈ ജാതി സെൻസസ് എന്ന് പറഞ്ഞാൽ ജാതിയെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമല്ലെന്നാണ് ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലെ ഓരോ സാമുദായിക വിഭാഗവും എങ്ങനെ ജീവിക്കുന്നു എന്നതിന് വ്യക്തമായൊരു കണക്കെടുപ്പ് നടത്തണം എന്നായി പറയുന്നു. കണക്കെടുപ്പ് നടത്തുന്നതിന് കുഴപ്പമില്ലല്ലോ, പക്ഷെ അത് കുഴപ്പമെന്ന് പറയുന്നത്, എടുക്കാൻ പറ്റിയാണെന്ന് പറയും. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കണക്കെടുപ്പ് നടത്തിക്കഴിഞ്ഞ് അതിൽ നടപടിയെടുക്കരുതെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും. കണക്കേ എടുക്കാൻ പാടില്ലെന്നാണ് ഒരു വിഭാഗം കേരളത്തിൽ വാദിക്കുന്നത്. അതിൻ്റെ അർത്ഥം, കണക്കെടുത്താൽ കേരളത്തിലെ പൊതുബുദ്ധിജീവികൾ കെട്ടിപ്പൊക്കിയ വലിയ നുണകൾ തകർന്നു വീഴുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് അവരെ ഭയപ്പെടുത്തുന്നൊരു കാര്യം. കേരളത്തിൽ വ്യത്യസ്ത സമുദായങ്ങളും മതവിഭാഗങ്ങളും ജീവിക്കുന്ന ഒരിടമാണ്. വ്യത്യസ്ത സാമ്പത്തിക വർഗങ്ങളും ജീവിക്കുന്നൊരിടമാണ്. അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് സമ്മതിക്കണം. വ്യത്യസ്തതകളുടെ ഒരു നാടാണ് കേരളം. ഈ വ്യത്യസ്തതകളെല്ലാം പരസ്പരം കണ്ടാൽ ആക്രമിക്കുന്ന വിധം ജന്തു സമാനമായ വികാരം കൊണ്ട് നടന്ന കാലത്തു നിന്നും നമ്മളെ പ്രബുദ്ധതയിലേക്ക് നയിച്ച ഒരു മഹാപണ്ഡിതനും മനുഷ്യനെ അകത്തു നിന്ന് അഴിച്ചു പണിയാൻ ശേഷിയുള്ള ദർശനങ്ങളുടെ വക്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് നമ്മൾ അറിയണം. ഗുരു നവോത്ഥാന നായകൻ, പിന്നെ കുറെ ലിസ്റ്റാണ്. അങ്ങനെ ലിസ്റ്റിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ലിസ്റ്റിലുള്ളവർ മുഴുവൻ കേരളത്തെ അങ്ങ് നന്നാക്കി കരയെ കൊണ്ടാക്കിയെന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. പക്ഷെ ഗുരുവിൻ്റെ കാര്യത്തിൽ മലയാളി അകമേ അഴിച്ചു പണിയണം. ധാർമ്മികമായി മലയാളി അഴിച്ചു പണിയണം. അപരനോട് നമ്മൾ സ്നേഹവും കരുതലും കരുണയുമാണ് ഉണ്ടാകേണ്ടതെന്നും അവനോട് വിദ്വേഷമല്ല ഉണ്ടാകേണ്ടതെന്നും മലയാളിയെ പഠിപ്പിച്ചതിലെ പ്രമുഖ സ്ഥാനമാണ് ഗുരുവിനുള്ളത്. അപ്പം നമ്മളിപ്പോൾ മനുഷ്യരായിരിക്കുന്നതിൻ്റെ യഥാർത്ഥ ശക്തി സ്രോതസ്സുകൾ കിടക്കുന്നത് ഗുരുവിലോ പൊയ്കയിലപ്പച്ചനിലോ അയ്യൻകാളിയിലോ പണ്ഡിറ്റ് കറുപ്പനിലോ സഹോദരൻ അയ്യപ്പനിലോ ആണ് എന്ന യാഥാർത്ഥ്യം പകൽ പോലെ വ്യക്തമായിരിക്കെ നമ്മളിതെന്തിന് സമ്മതിക്കാൻ മടിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ഉദ്ഘാടകനൂടെ പറഞ്ഞു. MA കഴിഞ്ഞു LLBയും കഴിഞ്ഞ ആള് അയ്യങ്കാളിയെക്കുറിച്ച് ആദ്യം കേൾക്കുവാന്ന് പറഞ്ഞു. അതാ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ ഒരു സൗന്ദര്യം. നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിൽ അങ്ങനെയാണല്ലോ.
അവരൊക്കെ പുറത്ത് നിൽക്കുമ്പോഴാണ് സുന്ദരാകുന്നത്. അകത്ത് കയറിയാൽ മൊത്തം മലീമസമാകുമെന്നുള്ളതാണ് സങ്കല്പം. ഐത്തത്തിൻ്റെ യഥാർത്ഥ പ്രഭവം നീ അങ്ങ് മാറി നിൽക്കുമെന്ന് പറയുന്നതല്ല, അവരുടെ സാന്നിധ്യത്തെ നമ്മൾ ഭയപ്പെടുന്നതാണ് പ്രശ്നം. അവർ വരുന്നത് അപകടമുണ്ടാക്കുമെന്ന് നമ്മൾക്ക് തോന്നുന്നതാണ് പ്രശ്നം. മുസ്ലിം ജനവിഭാഗത്തോട് ഇന്ത്യയിലെ ചെറു ന്യൂനപക്ഷമായിട്ടുള്ള അധികാരം കൈയാളുന്ന, സമ്പത്ത് കൈയാളുന്ന ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയുടെ ഏറ്റവും മുകൾ തട്ടിൽ വിലസുന്ന മനുഷ്യരുടെ ഭീതിയാണ് ഇസ്ലാമോഫോബിക്കായിട്ട് ഇവിടെ പടരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എനിക്കിപ്പോൾ ഒരു ഭീതിയും മുസ്ലിങ്ങളോടില്ല. എനിക്ക് ഭീതിപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, വ്യത്യസ്ത മതവിശ്വാസങ്ങൾ ജീവിച്ച മനുഷ്യർ പല തലങ്ങളിൽ കൊണ്ടും കൊടുത്തും നിലനിന്നൊരു സമൂഹമാണ്. അതല്ലാതെ നമ്മൾ ആജന്മ ശത്രുക്കളായിട്ടൊന്നും ജീവിച്ച ഇടമല്ലിത്. ഇപ്പോൾ കെട്ടുകഥകളൊക്കെ പറഞ്ഞത് തകർക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടാവാം. കൊടുങ്ങല്ലൂർ പോലും സ്ഥലത്ത് 2000 വർഷത്തെ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ ജീവിക്കുന്നൊരു സ്ഥലമാണ്. അവർ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ട് 600 വർഷം ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഒരു ക്രിസ്ത്യാനികളാണ് വിശ്വാസങ്ങൾ. പക്ഷെ ഇപ്പോൾ അവരോട് സംസാരിച്ചാൽ അവർ പറയുക, അവരുടെ പ്രമാണിമാർ സാധാരണ മനുഷ്യരല്ല കേട്ടോ, അവർക്ക് അങ്ങനെ അന്ധവിശ്വാസമൊന്നുമില്ല. അവർ നാട്ടിൻപുറത്തൊക്കെ മറ്റുള്ള മനുഷ്യരൊക്കെ ഇടപെട്ട് ജീവിക്കുന്നതാണ്. അവരുടെ ഉന്നത സ്ഥാനീയരോട് ചോദിച്ചാൽ അവർ പറയുക, കൊടുങ്ങല്ലൂരിൽ നിന്നും ബ്രാഹ്മണരെ മതം മാറ്റി സെന്റ് തോമസ് നേരെ വന്ന് കൊടുങ്ങല്ലൂരിൽ വെച്ച് കുറേ ബ്രാഹ്മണരെ മതം മാറ്റി, അതിൻ്റെ കൊച്ചുമക്കളാണ് ഞങ്ങളെന്ന് അവർ പറയുന്നത്. ഇതിലൊരു നുണയും ചതിയും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കേരള ചരിത്രം ആദ്യം മുതൽ അവസാനം വരെയൊന്നും പഠിക്കേണ്ടതില്ല. ഇതൊരു മിഥ്യാബോധമാണ്. മറ്റുള്ളവനെ ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതല്ലാതെ ഇത് നമ്മുടെ കേരളമാണ്, നമ്മളെല്ലാവരും കേരളത്തിലുള്ളവരാണ്, നമ്മൾക്കെല്ലാം തുല്യാവകാശമാണ് ഉള്ളത്, നമുക്ക് തുല്യ അവസരങ്ങൾ ലഭ്യമാകണം എന്ന് വിചാരിക്കുന്ന പൗരന്മാരായി മാറാത്ത പ്രതിസന്ധിയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ജാതി വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത, നമുക്കെന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്ക് സ്വയം തോന്നിക്കുന്നൊരു മെക്കാനിസം. അത് അപരനല്ല, അപരൻ സമ്പൂർണനും ദിവ്യനുമാണെന്നും എനിക്കാണ് കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നതാണ് ജാതിയുടെ ഒരു പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് 2 സമുദായങ്ങൾ തമ്മിൽ യോജിക്കാൻ തീരുമാനിച്ചു. 2 സമുദായങ്ങൾ തമ്മിൽ യോജിച്ച് ഹിന്ദുക്കളുടെ ഐക്യം ഉറപ്പിക്കാനാണെന്നാണ് പറയുന്നത്. എന്തു ആവട്ടെ, യോജിക്കാൻ തീരുമാനിച്ചു, ചർച്ച ചെയ്തു, യോജിച്ചു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പത്രം നോക്കിയപ്പോൾ പറഞ്ഞു പൊളിഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളാരും പറഞ്ഞിട്ടല്ല യോജിക്കാൻ അവർ പോയത്, നമ്മളാരും പറഞ്ഞിട്ടല്ല അവർ പിരിഞ്ഞതും. ഇതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അതിന് തെളിവുണ്ടെന്നേ. 28 ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സുള്ള ഒരു സംഘടനയും 30 ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സുള്ള വേറൊരു സംഘടന യോജിക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം 28 പേരിൽ 26 പേർ പറഞ്ഞു നടക്കില്ല, 30 പേരിൽ 28 പേർ പറഞ്ഞു നടക്കില്ല. പിന്നെ ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഇവർ പോയത് യോജിക്കാൻ? ഇവരാരോട് ചോദിച്ചിട്ടായിരുന്നു പോയത്? അവിടെ ചെന്ന് കെട്ടിപ്പിടിച്ചൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പുറത്തു വന്നപ്പോൾ പിറ്റേ ദിവസത്തെ ചർച്ച വന്നതോടെ തീരുമാനം പൊളിഞ്ഞു. തീരുമാനം പൊളിഞ്ഞതിൻ്റെ കാരണത്തിലേക്കോ അതൊക്കെ രാഷ്ട്രീയമായ കാരണങ്ങളൊക്കെ ആയിരിക്കും, പോട്ടെ, അത് വിട്ടേക്ക്. ഉന്നത സ്ഥാനീയനായ സമുദായ നേതാവ് പറഞ്ഞു എൻ്റെ അടുത്ത് കൗശലവും കൊണ്ട് വരരുന്നു. അപ്പോൾ അതിലെ താഴെയുള്ള സമുദായ നേതാവ് പറഞ്ഞു അയാൾ നിഷ്കളങ്കനും മാന്യനായ മനുഷ്യനാണെന്നാണ്. നീ കള്ളത്തരമായിട്ട് എൻ്റെ ഓഫീസിലേക്ക് വന്നു പോകരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അയാൾ നിഷ്കളങ്കനാണെന്നാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. ഇതാണ് കാസ്റ്റ് എന്ന് പറയുന്ന കാര്യം, ഇതാണ് ജാതി എന്ന് പറയുന്ന കാര്യം. നമ്മളെ അപമാനിച്ചാലും അപമാനിച്ചായിട്ട് നമുക്ക് തോന്നിയല്ല. ഈ മെക്കാനിസത്തിലാണ് ഈ പണിയെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുവോ നമ്മളോട് മുന്നോട്ട് വെച്ചൊരു കാര്യം, അദ്ദേഹം ജാതിയിൽ കവിഞ്ഞു നിന്ന മനുഷ്യനാണ്. ജാതി തുള്ളിത്തുളുമ്പുന്നൊരു സമൂഹത്തിനകത്ത് നമുക്ക് മനുഷ്യനായിരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സാധ്യത
ജാതിയിൽ കവിഞ്ഞ വ്യക്തിത്വമായിരിക്കുക എന്നതാണ്. എല്ലാവരെയും പരിഗണിക്കുവാനും ഉൾക്കൊള്ളാനും കഴിയുന്ന വിസ്തൃതമായ ബോധ്യമുള്ള മനുഷ്യരായിരിക്കുക എന്നതാണ്. ഗുരു ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നു, ഒരു വീട്ടിലേക്ക്. പുറത്ത് ബഹളം ഉണ്ടാക്കുക. അപ്പോൾ പുറത്ത് അവിടെ ആരാ നിൽക്കുന്നതെന്ന് ഗുരു ചോദിച്ചു. അത് പുലേരാ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അന്ന് അവരെയും കയറ്റി വിടും. അല്ല, അവരെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രണ്ടു കൂട്ടർ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുക ശത്രുതയിൽ. രണ്ടു കൂട്ടർ ഒരുമിച്ച് പറഞ്ഞു അവരെ കയറ്റാൻ പറ്റില്ല. അപ്പൊ ഗുരു അവരോട്, അപ്പൊ നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ എന്നാ പറയുന്നത്. നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാനാണ് ഞാൻ വന്നത്. ഇക്കാര്യം കേട്ടപ്പോഴേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാ. അപ്പൊ ഇങ്ങനെ മറ്റുള്ളവർക്കെതിരെ സംഘടിക്കാനും മറ്റുള്ളവരെ ഇല്ലാതാക്കാനും അവരെ അപായപ്പെടുത്താനുമുള്ള ഒരു യുക്തിയാണ് ജാതിയിൽ. അത് നമ്മുടെ ജാതിയായാലും ഉന്നതന്റെ ജാതിയായാലും ജാതിയിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ജാതിയിൽ കവിഞ്ഞു നിൽക്കുന്ന മനുഷ്യരെയാണ് കേരളം ആവശ്യപ്പെടുന്നത്. അതിലെ ഏറ്റവും വലിയ തെളിവാണ് ശ്രീനാരായണ ഗുരു, അയ്യൻകാട്, പൊയ്കയിലപ്പച്ചൻ, കൃഷ്ണാദി ആശാൻ, സഹോദരൻ അയ്യപ്പൻ, ഇന്നിവിടെ നമ്മൾ ആദരിച്ച കുഞ്ഞഹമ്മദ് ഹാജി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇങ്ങനെ തുടങ്ങി എത്രയോ പേര് പറയാൻ പറ്റും നമുക്ക്. ഇവരെല്ലാവരും എല്ലാവരുടെയും കേവലമായ ഐക്യത്തിനല്ല, ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ പുതിയൊരു വർഗം ഇവിടെ കറങ്ങി നടക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണം അവരെ കേട്ടോ. കുഴപ്പക്കാരാ, പ്രശ്നക്കാരാ. എന്ത് ഹോമോസാപ്പിയൻസാ പറയുന്നത്? ജാതിക്കകത്ത് മുങ്ങി ജീവിക്കുന്ന മനുഷ്യരാ എഴുന്നേറ്റ് എന്ന് പറയാം ഞാൻ ഹോമോസാപ്പിയനാ കേട്ടോ എന്ന് പറഞ്ഞു. എന്നാ പറയുന്നത്? അങ്ങനെ ഒരു ഹോമോസാപ്പിയൻ സാധ്യതയില്ല. സമൂഹത്തിനകത്ത് ജാതിയും മതവും പ്രബലമായിരിക്കെ അതിനെ നമ്മൾ അഭിസംബോധന ചെയ്യണം. അതിന് നമുക്ക് വൈജ്ഞാനികമായ കരുത്തില്ലെങ്കിൽ പണി നിർത്തി വീട്ടിൽ പോകണം. വിശപ്പല്ല, മതമല്ല, വിശപ്പാണ് അത്ര പ്രധാനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ക്രിസ്തു പറയുന്നുണ്ട്. കുറെ തിന്നാൻ കൊടുത്താൽ മതി. ഇവരെന്നെ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മതമല്ല, വിശപ്പാണ് അത്ര പ്രശ്നം. എന്നാൽ കുറെ കപ്പ പുഴുങ്ങി എല്ലാവർക്കും കൊടുത്ത് കേരളത്തിന്റെ പ്രശ്നം തീർക്കാൻ പറ്റും? ഇതല്ല. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഡിഗ്നിറ്റി. ഇത് അന്തസ്സിന്റെ പ്രശ്നമാണ്. മനുഷ്യന് വെറുതെ ജീവിച്ചാൽ പോരാ, അന്തസ്സായി ജീവിക്കണം. അന്തസ്സായി ജീവിക്കാൻ ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇവർ സമ്മതിക്കണം. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പാടി ഒരു ജനതയെ വഞ്ചിക്കാമെന്ന് വിചാരിക്കരുത്. കമ്മ്യൂണിസ്റ്റ് ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം. ഇതായി പറയുന്ന കാര്യം. ഇത് ഞാൻ പറയുന്നത് ചരിത്രത്തെ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഡോക്ടർ BR അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ആനയിക്കാൻ തീരുമാനിച്ചത് അന്ന് ജിന്ന നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് പറഞ്ഞൊരു കാര്യം, മുസ്ലിം ലീഗ് സഹായിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ജിന്നയുടെ ഒരു വാക്കുണ്ട്. അത് ഇന്ത്യയിലെ ദളിതരുടെ ചരിത്രവും അവരുടെ അവകാശരാഹിത്യവും അവരുടെ ശേഷിയെക്കുറിച്ചും പഠിക്കുന്ന ഒരാളെന്നാലും ഞാൻ ജീവിതത്തിൽ മറക്കില്ലാത്ത വാക്കാണ്. ഡോക്ടർ അംബേദ്കറെ പോലെ പ്രതിഭാശാലിയായ ഒരു മനുഷ്യന്റെ സേവനം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടുകൂടാന്നാ പറഞ്ഞത്. അത് പറയാൻ ജിന്നയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തിരിച്ചറിയാനുള്ള വിവേകം കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രബുദ്ധരായ ദളിതർക്കുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെ നന്നായി കാര്യങ്ങൾ പറയുന്നൊരു വിവിധ മേഖലയിലുള്ളവരുമുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പ്രബുദ്ധതയുടെ കാലത്ത് കേരളം നമ്മളോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ വെറുതെ ജാതി കുടഞ്ഞു കളഞ്ഞ് ജാതിയില്ലാത്തവരും മതം കുടഞ്ഞു കളഞ്ഞ് മതമില്ലാത്തവരുമായി ജീവിക്കണമെന്നൊന്നും അല്ല പറഞ്ഞത്. മറിച്ച് നമ്മൾ ആരാണെന്ന് സ്വയം അറിഞ്ഞ് അവരനെ സ്നേഹിക്കുവാനും അവനെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന മനുഷ്യരായി മാറണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരാളുടെ വിശ്വാസവും വിശ്വാസമില്ലായ്മയൊന്നും അതിന് തടസ്സമാവാൻ പാടില്ല. ജാതിയുടെ ഹൈറാർക്കിയെ താങ്ങി നിർത്തുന്ന ഈ ബ്രാഹ്മണിക്കൽ സിദ്ധാന്തങ്ങളെ നമ്മൾ കൈയൊഴിയണം. നമുക്ക് ബ്രാഹ്മണരോടൊരു വിരോധമല്ല ഈ പറയുന്നത്. ഞാൻ ഹീനനാണെന്ന് പറയുന്നൊരു സിദ്ധാന്തം ഉപേക്ഷിക്കണം എന്നല്ലേ ഞാൻ പറയേണ്ടത്.
അല്ല, അതിരിക്കട്ടെ, അത് ഇരുന്നോട്ടെ അവിടെ എന്ന് പറയണോ ഞാൻ? ഇവരെന്നെ ഈ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയിലെ സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായി കാണണമെന്ന് പറയുന്ന സിദ്ധാന്തം അതങ്ങനെ തന്നെ പവിത്രമായി ഇരുന്നോട്ടെ എന്ന് പറയണോ? പറ്റിയാലെന്ന് പറയണ്ടേ നമ്മൾ? ഈ സ്ത്രീകളെന്ന് പറയുന്നത് മനുഷ്യവംശത്തിന്റെ പകുതിയാണെന്നുള്ള ബോധം നമുക്ക് വേണ്ടേ? എല്ലാവരും മനുഷ്യരാണെന്നും എല്ലാവർക്കും തുല്യ അവകാശമുണ്ടെന്ന് നമുക്ക് തോന്നണ്ടേ? അതിന് തടസ്സം നിൽക്കുന്ന കാര്യത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സമുദായത്തിന് ആണെന്ന് തോന്നിയാൽ ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു സിനിമയ്ക്കകത്ത് ജഗതി അത് എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞെന്നാണ് പറയണത്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് കൊണ്ട് നടക്കുന്നുണ്ടെന്നേ അതിന് അർത്ഥമുള്ളൂ. ഇത് കൊണ്ട് നടക്കുന്നുണ്ട് എന്ന അർത്ഥം. നമ്മൾ പറയുന്നത് ഏതെങ്കിലും സമുദായത്തെ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കണക്കെടുക്കുക. കേരളത്തിൻ്റെ റിസോഴ്സസ്, വിദ്യാഭ്യാസ അവകാശങ്ങൾ, ഉദ്യോഗം, പാർലമെന്ററി പ്രാതിനിധ്യം എന്നിവിടെ കണക്കെടുക്കുക. ഞങ്ങൾ അധികമുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ തയ്യാറാണ്. നിങ്ങളുണ്ട്, നിങ്ങൾ തിരിച്ചു തരണം. ഇത് ന്യായവാദമാണല്ലോ, അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. അപ്പോൾ അവർക്കറിയാം അവർക്ക് കൂടുതലുണ്ടെന്ന്. അപ്പോൾ അവർ പറയും കണക്കേ എടുക്കണ്ട, കണക്കെടുത്താൽ ജാതി വരുമോ അത്ര. അതാണ് കണക്കെടുത്തു പോയാൽ ജാതി ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ജാതിയുടെ കാര്യം പറഞ്ഞും മതത്തിൻ്റെ കാര്യം പറഞ്ഞും യഥാർത്ഥത്തിൽ കീഴാള വിഭാഗങ്ങളെയും മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങളെയും അപരത്വത്തിൽ നിർത്തുവാനും അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാനുള്ള വലിയൊരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നു. അല്ലെ, മീഡിയയൊക്കെ തയ്യാറാണ്. ഈ സംവരണത്തെക്കുറിച്ച് വിവാദം ഉണ്ടാകുമ്പം ഞങ്ങളൊക്കെ അവിടെ കോട്ടയത്തോ തിരുവനന്തപുരത്തൊക്കെ പത്രസമ്മേളനം നടത്തിയ കാര്യമൊക്കെ പറയും. അത് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ന്യൂസാകും, ചിലപ്പോൾ ന്യൂസേ ഇടത്തില്ല. അപ്പോൾ കേരളത്തിലുള്ള മനുഷ്യർ വിചാരിക്കുക, അപ്പോൾ സംവരണ വിരുദ്ധരുടെ വാർത്ത പ്രധാന വാർത്തയായിട്ട് വരുമ്പോഴാണ് ഞങ്ങളുടെ പ്രതിഷേധ വാർത്ത ഇല്ലാത്തത്. അപ്പം കേരളത്തിലുള്ളവർ വിചാരിക്കുന്നത് എന്നാണെന്നറിയോ? അവരെ ഒന്നും കാണാനില്ല, അവരൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ലെന്ന്. നമ്മൾ 2500 രൂപ 3000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് പത്രസമ്മേളനം നടത്തിയാലും ഒരു വാർത്ത ഇടിയാലോ. അപ്പം നമ്മളെ അങ്ങ് അപ്രത്യക്ഷമാക്കുക, ഇവർ മാത്രം പ്രത്യക്ഷമാവും. സമൂഹത്തിന്റെ ബോധം ഏങ്കോണിപ്പ് നിറഞ്ഞതാവും. ഞങ്ങളൊന്നുമില്ല, സംവരണം അനുഭവിക്കുന്നതിനോട് വാക്കില്ലേ, അവരൊന്നും ഇതിനെ പ്രതികരിക്കാത്ത എന്താണ്? സമൂഹത്തിന് സ്വാഭാവികമായിട്ട് തോന്നുമല്ലോ, ഞങ്ങൾ പ്രതികരിച്ചിരിക്കുമോ, പക്ഷെ ഇതൊന്നും പുറത്ത് വരണ്ടേ, ആരെങ്കിലും അറിയുന്ന വിധം പുറത്ത് വരണ്ട. ഇത് വരില്ല, അവർ കൊടുക്കില്ല. ഇങ്ങനെ നമ്മളുടെ പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടായ്മകളെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ വളരെ ശക്തമാണ്. അത് നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കണം. ഗുരുവും ഗാന്ധിയും തമ്മിലൊരു സംഭാഷണം വന്നപ്പോൾ, ഈ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടൊരു സംഭാഷണം. ഇപ്പം ഹിന്ദു മതത്തിൽ മോക്ഷത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ഗാന്ധി പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞൊരു കാര്യം, എല്ലാ മതങ്ങളിലും മോക്ഷമാർഗങ്ങളുണ്ടല്ലോ എന്നാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. മലയാളി മറന്നു പോകരുതാത്ത വാക്കാണ്. ഒരു മതത്തിലല്ല, എല്ലാ മതങ്ങളും മോക്ഷമാർഗം നിർദ്ദേശിക്കുന്നുണ്ട്. മതമേതായാലും കുഴപ്പമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ സർവ്വമതങ്ങളെയും വിശാലമായ അർത്ഥത്തിൽ കാണുവാനും നമ്മൾ ധാർമ്മികമായി അഴിച്ചു പണിയേണ്ട ജന്തുക്കളാണ് മനുഷ്യരെന്ന് മലയാളിയെ പഠിപ്പിക്കുകയും ചെയ്ത മഹാഗുരുവാണ് ശ്രീനാരായണൻ. ഹിന്ദുമതത്തിനും ക്രിസ്തുമതത്തിനും പുറവഴിയെ സഞ്ചരിച്ച് ചരിത്രമില്ലാതായിപ്പോയ മനുഷ്യരാണ് കേരളത്തിലെ അടിമസന്തതികളെന്ന് ഖേദപൂർവം പാടിയ ആളാണ് പൊയ്കയിലപ്പച്ചൻ. ഇങ്ങനെ വിജ്ഞാനത്തിന്റെ വലിയ വലിയ തുരുത്തുകളെ ഇരുട്ടിൽ നിർത്തിയ ഒരു പാരമ്പര്യമാണ്. അത് വീണ്ടെടുക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു. ആ നിലക്ക് നമ്മളെ സംബന്ധിച്ച് ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട 2 സംഗതികളുണ്ട്. എനിക്കത് വളരെ ഇമ്പമായി തോന്നിയൊരു കാര്യമാണ്. ഒന്ന്, ഈ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ സാമുദായികമായ സൗഹാർദ്ദത്തെ തകർക്കുന്നവരാണ് എന്ന ഒരു സന്ദേശമാണ് ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ ഇന്ന് ആവശ്യപ്പെടുന്ന, കേരളത്തിൻ്റെ സമൂഹത്തിലേക്ക് ഇപ്പോൾ പ്രസരിപ്പിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരാശയമാണത്. ഈ ഇന്ത്യ ഇങ്ങനെ നിൽക്കുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന വലിയൊരു കാര്യമുള്ളതുകൊണ്ടാണെന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്.
പരിശോധിക്കേണ്ടതുണ്ടത്. ഞാനതിൽ വിശ്വസിക്കുന്ന ആളല്ല. അങ്ങനെ നാനാത്വത്തിൻ്റെ അടിയിൽ കൂടി ഒരു ഏകത്വമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ വ്യത്യസ്തരായ മനുഷ്യരാണ്. ഈ വ്യത്യസ്ത മനുഷ്യർ അവകാശങ്ങളിലൂടെ ഒരുമിച്ച് നിൽക്കുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രം. ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക്, ആദിവാസികൾക്ക്, ദളിതർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്കെല്ലാം വ്യത്യസ്തമായ അവകാശങ്ങളിലൂടെ അവരെ ഉറപ്പിച്ചെടുത്ത ഒരു സ്ഥലമാണ് ഇന്ത്യ. ഇന്ത്യ ഇപ്പോൾ ഒരു രാഷ്ട്രമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം ഇന്ത്യയിലെ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള, അതിനെ അംഗീകരിക്കാൻ ശേഷിയുള്ള ഒരു ഭരണഘടന നമുക്കുണ്ട് എന്നതുകൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. അതല്ല അതിനടിയിൽ കൂടി നമുക്കെന്തോ ഐക്യബോധം ഉണ്ടെന്ന് പറയുന്നതിനകത്ത് കഥയില്ല. ആ ഭരണഘടനയിലാണ് ഇന്ത്യൻ വൈജ്ഞാനിക ചരിത്രത്തിൽ മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന് ആദ്യം പ്രഖ്യാപിച്ച ഒരു പുസ്തകം. അതുകൊണ്ടത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവമാണെന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവങ്ങളൊന്നായിട്ട് നമ്മൾ കാണണം. ആ നിലക്ക് നമ്മളെ മനുഷ്യരാക്കാൻ ശ്രമിച്ച മലയാളിയുടെ പ്രബുദ്ധതയുടെ പേരാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസിയാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തർക്കിക്കുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച നൈതികമായ ധാരണയിൽ, മനുഷ്യ സങ്കല്പത്തിൽ, അപര സമൂഹങ്ങളെ സംബന്ധിച്ച സങ്കല്പത്തിൽ ഏതായാലും സനാതന ധർമ്മവാദികൾ പറയുന്ന വാക്കല്ല ഗുരു ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പാണ്. സനാതനമെന്ന് പറഞ്ഞാൽ മരിക്കാത്തത്, എല്ലാ കാലത്തും പ്രസക്തമായത്. ഗുരു ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പള്ളാത്തുരുത്തിയിൽ SNDPയുടെ സമ്മേളനം നടക്കുമ്പോഴാണ് പറഞ്ഞത്, എൻ്റെ സനാതന സത്യം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നതാണ്. നമ്മളതിൽ ഉറച്ചു വിശ്വസിക്കണം. SNDPയിൽ ഈഴവരെ മാത്രമല്ല, എല്ലാ മനുഷ്യരെയും ചേർക്കണം. എല്ലാവർക്കും വന്നിരിക്കാവുന്ന ഇടമാക്കി മാറ്റണം എന്ന് കേരളത്തെ ഉത്ബോധിപ്പിച്ച ഒരാളാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ കേവലമായ ഒരു സംഘമായി വേർപിരിയുകയല്ല, സംഘമായി ചേരുന്നത് തന്നെ മറ്റുള്ളവരോട് സഹകരിക്കുവാനും ആത്മസാഹോദര്യത്തിൻ്റെ വലിയൊരു ജീവിത ലോകം നിർമ്മിക്കാനുമാണ്. നമ്മളെല്ലാവരും ആത്മസഹോദരങ്ങളാണെന്ന് തോന്നുന്ന നിമിഷം മാത്രമേ കേരളത്തിന് ആ പ്രബുദ്ധതയിലേക്ക് ഉണരാൻ പറ്റൂ. അവൻ പുലയനാണ്, പറയനാണ്, കുറവനാണ്, ഈഴവനാണ്, മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ആ പ്രബുദ്ധതയിലേക്ക് വരാൻ പറ്റില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് മലയാളികൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ മതവിദ്വേഷത്തിൻ്റെ കാലത്ത് ഗുരു പറഞ്ഞ പ്രധാനപ്പെട്ട വാക്യം സോദരത്വേന വാഴുന്ന എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. സമത്വേന എന്നല്ല പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു രാഷ്ട്രീയമായൊരു അർത്ഥമുണ്ട്. അതായത് സമത്വം എന്നത് വളരെ വലിയ പ്രക്രിയയിലൂടെ വേണമെങ്കിൽ സാധിക്കുമെന്ന് പറഞ്ഞ് ഒരു നൂറ്റാണ്ട് കാലം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ അരിഞ്ഞു വീഴ്ത്തിയിട്ടും സമത്വത്തിലേക്ക് ലോകത്തൊരു സ്ഥലവും കടന്നുപോയില്ല എന്ന് നമ്മൾ അറിയണം. സമത്വം സാധ്യമല്ല എന്നല്ല ഞാൻ പറയുന്നത്, സാധ്യമാണ്. അതിൻ്റെ പരിമിതികളുമുണ്ട്, സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട്. സാഹോദര്യം എന്നത് അങ്ങനെയല്ല. ബി ഫ്രട്ടേൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. അതാണ് അതിൻ്റെ അപാരമായ സാധ്യത. ഞാൻ ഇന്നലെ വരെ വിശ്വസിച്ചത് തെറ്റാണെന്നും ഇനിയൊരിക്കലും ഞാൻ ജാതി വിവേചനത്തെ എൻ്റെ ജീവിതത്തിൽ പാലിക്കില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന മനുഷ്യർ തീരുമാനിക്കുന്നത് പോലും കേരളത്തിലെ വലിയൊരു വിപ്ലവമായിരുന്നു. ഒരു വ്യക്തിക്ക് തീരുമാനിക്കാം, ആരോടും ചോദിക്കണ്ട. സാഹോദര്യമുള്ളിടത്തെ സമത്വവും സ്വാതന്ത്ര്യവും അർത്ഥപൂർണമാകൂ എന്ന് ഡോക്ടർ BR അംബേദ്കർ നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മസഹോദരങ്ങളായിരിക്കുക, ആത്മസഹോദര്യത്തിൻ്റെ ഒരു വികാര വായ്പ് വ്യത്യസ്ത സമുദായങ്ങളിലും മതവിഭാഗങ്ങളിലും പടർന്നു പിടിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ ജീവിതവും അയ്യൻകാളിയുടെയും പൊയ്കലപ്പച്ചൻ്റെയും ഒക്കെ ജീവിതം ധന്യമാകുന്നത്. ഡോക്ടർ BR അംബേദ്കറുടെയും EV രാമസ്വാമി നായ്ക്കരുടെയൊക്കെ ദർശനം ധന്യമാകുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകമാണ് നമ്മൾ ആർജിക്കേണ്ടത്. അത് നമ്മളിൽ നിന്ന്
നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ സുഹൃത്ത് വൃന്ദങ്ങളിൽ നിന്ന് ആരംഭിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ പറയുന്നത് ഫ്രട്ടേണിറ്റിയെക്കുറിച്ചാണ്, സാഹോദര്യത്തെക്കുറിച്ച്. അതില്ലാതെ ഇന്ത്യ പോലൊരു സ്ഥലത്ത്, ജാതിയാൽ കീറി മുറിച്ചൊരു സ്ഥലത്ത് സാഹോദര്യം സ്ഥാപിക്കാതെ ഒരു കാര്യത്തിനും മുന്നോട്ട് പോകാനാവില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന അർത്ഥപൂർണമായ മുദ്രാവാക്യവും ഇതിൻ്റെ ആഹ്വാനവും മലയാളി സമൂഹത്തിന് അടിയന്തിരമായി ഏറ്റെടുക്കേണ്ട കാര്യമാണ്. അടിയന്തിരമായി അതിന് നീട്ടിവെക്കാൻ നമുക്കാവില്ല. ആ അർത്ഥത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ പരിശ്രമം കേരളത്തിന് ഒരു വഴികാട്ടിയും വെളിച്ചവുമാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ദളിത് സമുദായ മുന്നണി നിങ്ങളുടെ ഈ സംരംഭത്തോട് പരിപൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇതുപോലുള്ള നിരവധി സദസ്സുകൾ കേരളത്തിൽ ഉണ്ടാവട്ടെ. ഉത്ബുദ്ധരായ മനുഷ്യരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കട്ടെ. ഗുരു അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റിയെന്ന് പറയുന്നവർ ഈ സാമുദായിക നേതൃത്വങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകട്ടെ. നമുക്ക് പൊയ്കയിലപ്പച്ചൻ പറഞ്ഞ പോലെ നമ്മൾ ജനിച്ച ഈ നാട്ടിൽ നമുക്ക് സന്തോഷമായി വാഴണം എന്നാണ് പൊയ്കയിലപ്പച്ചൻ പറഞ്ഞത്. നമ്മൾ അടിമകളെപ്പോലെയും അപമാനിതരെ പോലെയുമല്ല, നമുക്ക് സന്തോഷമായി ആനന്ദതുന്തിലമായി ഈ മലയാളി മണ്ണിൽ എല്ലാവരും ഒരുമിച്ച് ആഘോഷമായി ജീവിക്കാനുള്ള അന്തരീക്ഷമുണ്ടാക്കാൻ ഉള്ള പരിശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഇവിടെ തുറക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കുന്നത്. എല്ലാവിധ ആശംസകളും. ഇതിലെ പ്രധാന സംഘാടകരായിരിക്കുന്ന സ്വാഗതം പറഞ്ഞ പ്രശാന്ത് അടക്കമുള്ളവർ കേരളത്തിൽ നടത്തിയ നിശബ്ദമായ വലിയ വിപ്ലവങ്ങളുണ്ട്. അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. പ്രശാന്ത് ഇവിടെ സിനിമ, ഒരു ജാതി പിള്ളേർ ഇഷ്ടാകുന്ന സിനിമ ഇങ്ങനെയുണ്ട്. ആ സിനിമയിൽ ഒരു രസകരമായൊരു സീനുണ്ട്. അതുകൂടി ഈ നാട്ടുകാരനെടുത്ത സിനിമയെന്ന നിലക്കും ഈ നാട്ടുകാരുടെ പരിശ്രമം നിലക്കും മലയാളികളത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ തന്നെ. അല്ല, ഇതാണ്. അപ്പം ഇവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. 3-4 പിള്ളേർക്ക്, അവരൊക്കെ പിന്നോക്കക്കാരോ പട്ടികക്കാരോ അങ്ങനെ എന്തൊക്കെയോ ആണ്, അഡ്മിഷൻ കിട്ടുന്നില്ല. അപ്പോൾ EWS എന്ന് ഈ കമ്പ്യൂട്ടർ സെൻ്ററിൽ അക്ഷയയിലിരിക്കുന്ന അവർ പറയുന്നത് EWSന് ഉണ്ടെന്ന്. EWS എന്താണെന്ന് ഇരിക്കുന്ന ആളിനും അറിയത്തില്ല, ഈ പിള്ളേർക്കും അറിയത്തില്ല. EWS എന്താണെന്ന് ഇവരിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക. അപ്പോൾ ഒരുത്തം പറയുന്നൊരു കമൻ്റുണ്ട്, മലയാളി പഠിക്കേണ്ടത് ആ കമൻ്റ്. അതിന് പണക്കാരുടെ വീട്ടിൽ പഠിക്കുകയില്ലാത്ത കുട്ടികൾക്ക് കൊടുക്കുന്നതാണോ എന്നാണ്. ഓർക്കണം, അതാണ് അതന്നെ പരിപാടി. നമുക്കിവിടെ സംവരണം, ഈഴവനും ദളിതനും മുസ്ലിമിനും ഒക്കെ സംവരണം കിട്ടിയപ്പോൾ മെറിട്ടായിരുന്നു, അട്ടിമറിക്കുമായിരുന്നു. മെറിട്ട് കിടന്നങ്ങ് പൊളയുക. ഈ സംവരണത്തിന് മെറിട്ടുമായിട്ട് ബന്ധമൊന്നുമില്ല, അതിന് നീതിയായിട്ടേ ബന്ധമുള്ളൂ. നീതിയാണ്, നമുക്ക് നീതി തരുന്നതിൻ്റെ ഭാഗമാണ് സംവരണം, അതല്ലാതെ മെറിട്ടുമായിട്ട് ബന്ധമില്ല. EWS വന്നു. പിന്നെ കേരളത്തിൽ ആരും മെറിറ്റ് എന്ന് പറയുന്നില്ല, ആരും മിണ്ടുന്നില്ല. അവർക്കിപ്പോൾ മെറിറ്റ് വേണ്ട. എന്തൊരു കൗശലമെന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ ഈ കള്ളത്തരമൊക്കെ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ പിടിക്കാൻ പറ്റണം. ഈ പിള്ളേർ പറയുന്നത് അതിന് പണക്കാരുടെ വീട്ടിൽ പഠിക്കാതെ പിള്ളേർക്ക് കൊടുക്കുന്നതാണോ എന്ന് ചോദിക്കുന്ന സിനിമ ഇറങ്ങണമെന്നേ, ആയിരക്കണക്കിന് സിനിമകൾ. ഇത് എങ്ങനെ തന്നെ ഇത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും അവരുടെ ആ സംരംഭത്തെ കൂടി ഈ സമയത്ത് ഞാൻ ഓർത്തെടുക്കുന്നു. വലിയ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ചെയ്യും.